ക്രൈസ്തവ സഭയുടെ അടിയന്തര ശ്രദ്ധയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇവിടെ ഇന്ത്യ മുഴുവനും, കേരളം ഉൾപ്പെടെ, ഈ സുവിശേഷ വിരോധികൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുവിശേഷ വിരോധികൾ എന്നൊരു ഓമന പേരാണ്. ഈ ക്രിസ്തീയ മത പുരോഹിതന്മാർക്ക് അടികൊള്ളാതിരിക്കാൻ, പുറത്തിറങ്ങുവാൻ ഈ കാലഘട്ടത്തിൽ ആ പേര് പറഞ്ഞേ പറ്റത്തുള്ളൂ. പ്രതികരിച്ചെന്നുമായി, ശത്രുവിനെ ഉപദ്രവിച്ചില്ല എന്നതായി. പക്ഷേ ഇന്നിവിടുത്തെ സംഘികൾ, സംഘപരിവാർ, ചാണകസംഘികൾ, RSS, ബജരംഗദൾ, യവന്മാരാണ് ഈ തരികിടകൾ, ഇവിടെ ഊളത്തരിടകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിവില്ലാത്തവന്മാർ. പിന്നെ അവന്മാരുടെ ചരിത്രങ്ങളിലൊക്കെ എല്ലാം ഈ നേർക്കുനേർ നിന്ന് അടിച്ചു വിരുത് വീരന്മാരെ തോപ്പിച്ച ചരിത്രങ്ങളൊന്നും ഇല്ലാത്തതിനെ ചുവട് പിടിച്ചുകൊണ്ടാണ് യവന്മാരൊക്കെ എല്ലാം ചെയ്യണത്. മനസ്സിലായില്ലേ? ലക്ഷ്യം നേടാൻ വേണ്ടി ഏത് ഊളമാർഗവും, പാവപ്പെട്ട വീര കർണനെയൊക്കെ അടിച്ചിട്ട മാർഗങ്ങൾ ഇത് എന്നെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഒരു ആണത്വത്തിന് ചേർന്ന ഒരു കാര്യമല്ല. ഈ സാധാരണ ഇപ്പോൾ ഈ പെന്തക്കോസ് അല്ലെങ്കിൽ കരിസ്മാറ്റിക്, ഇപ്പോഴത്തെ പ്രൊട്ടസ്റ്റന്റ് എല്ലാ ഇടങ്ങളിലും, RC ചർച്ച് ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലും അടിപിടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്രിസംഖികൾ കുറച്ച് പേര് യവന്മാരെയൊക്കെ വന്നിരുന്നുകൊണ്ട് പൂശുന്ന കണ്ടു. ഞങ്ങൾ BJP-കാരല്ല എന്ന്. BJP-കാരല്ല, RSS അല്ല. പക്ഷേ ഈ യവനൊക്കെ അകത്ത് ജയിലിൽ പോകുമ്പോഴേ ഇവന് വേണ്ടി വാദിക്കാനും പുറത്തിറക്കാനും വേണ്ടത് നിങ്ങൾപ്പെട്ടവന്മാരാണ്. ഞാൻ ആലോചിക്കുകയാണ്, ഈ ക്രിസംഖികൾ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ക്രിസ്തീയ ഈ RSS-ന്റെ ഒക്കെ സ്തുതിപാലനം ചെയ്ത് പാദസേവ ചെയ്യുന്ന യവന്മാരുടെയൊക്കെ നാളത്തെ ഗതി ആലോചിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് കുറെ ഗ്രൂപ്പ് വാരന്മാരുണ്ട്. പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരിടത്തിൽ അടി കടന്നു. ഓക്കെ, പ്രിയമുള്ളവരെ, ഛത്തീസ്ഗഡ് സാമ്രാജ്യത്തിന് ഘാട്ട്കൂട്ട് ഗ്രാമത്തിൽ ഒരു പാസ്റ്ററെ പീഡിപ്പിച്ചു. സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. RSS എന്ന് ബജരംഗം എന്നുള്ള പറയില്ല. സുവിശേഷ വിരോധികൾ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിനകത്ത് കയറ്റുന്നു, പൈസ ഉണ്ടാക്കുന്നു. ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ്. അല്ല, പെർസിക്യൂഷന് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നവർ സ്ഥലത്ത് വന്നു, അഡ്വക്കറ്റ് എടുക്കുന്നു, കേസ് എടുക്കുന്നു, വിദേശത്തേക്ക് പോകും, ഞങ്ങൾ അവിടെ അത് ചെയ്തു, ഇത് ചെയ്ത് എന്ത് കിടക്കുന്നു. യവന്മാര് ചെയ്യും. അവന്മാരെ വാർഡ് മെമ്പർ, അവന്മാരെ പിന്നെ പ്രസിഡന്റ്, അവന്മാരെ ജഡ്ജി, അവന്മാരെ അഡ്വക്കേറ്റ്, യവന്മാർക്ക് നിയമങ്ങൾ, അവന്മാരെ കാര്യങ്ങൾ കഥ ചെയ്തുകൊണ്ടിരിക്കുന്നു. പോക്സോ കേസൊക്കെ എന്നൊക്കെ പറഞ്ഞും പീഡനമെന്ന് പറഞ്ഞും അവന്മാരുണ്ടാക്കുന്ന നിയമം അനുസരിച്ച് ഓരോ ഭാഷമാരും അച്ഛന്മാരും എല്ലാം ആത്തായിക്കൊണ്ടിരിക്കുന്നു. ഈ പെർസിക്യൂഷൻ അവന്മാരൊക്കെ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ പീഡനം, ഇത് ഞങ്ങൾ റിലീഫിന് വേണ്ടി നിൽക്കുന്നു, അഭിഷേക് കണ്ടു, അവരെ കണ്ടു, ഇവരെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് യവന്മാരെ യൂട്യൂബിനകത്ത് പൈസ ആയിട്ട് പ്രതികരിക്കുന്നു സുവിശേഷ വിരോധികൾ. ഇവിടുത്തെ IPC-യിലെ നേതാക്കന്മാര്, നേതാവിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുവിടാ, വത്സ്യായന എന്തിനൊക്കെ പേര് എനിക്കറിയില്ല ഇപ്പോഴത്തെ പേരുകളൊന്നും. AG, ഇവിടുത്തെ ഓരോ AG-യിലൊക്കെ സൂപ്രണ്ട്, ഇവിടത്തെയൊക്കെ പാസ്റ്റർമാര്, ഞങ്ങളൊക്കെ ട്രിവാൻഡ്രത്തൊക്കെ എത്രയോ AG കോട്ടൊക്കെ ഇട്ട് പോയിട്ട് ഇവനൊക്കെ എല്ലാ ആരത്തന്മാരും പൈസ ഉണ്ടാക്കി ഇവിടെ കിടന്നുണ്ട് തിന്ന് പൊളച്ച് കുടുംബത്തെ നോക്കി കിടക്കണ AG-യിലെ പാസ്റ്റർമാർ, IPC പാസ്റ്റർമാർ, ചർച്ച് ഓഫ് ഗോഡ്, പിന്നെ കുറെ ചിങ്ങവനം, മറ്റത് മറിച്ചത്, പൂർവ്വപിതാക്കന്മാരുടെ അതിര്, പിന്നെ കുറെ ന്യൂ ജനറേഷൻ ടെന്റ്, പിന്നെ കുറെ മറ്റേ യാക്കോബ, അവര് ഇവര് ഓർത്തഡോക്സ്, RC. യവനൊക്കെ അല്ല. നിങ്ങളുടെയൊക്കെ ദൈവം ഇപ്പം യേശുവോ ഒന്നും അല്ല. നിങ്ങളുടെയൊക്കെ ദൈവം ഇപ്പം ED-യാണ്. ED-യെ നിങ്ങൾ ആരാധിക്കുക. ED-യാണ് നിങ്ങളുടെ ദൈവോടെ. CSIയിലെ ഓരോ നേതാക്കന്മാരൊക്കെ ഇടുന്നത് കണ്ടു. സുവിശേഷ വിരോധികൾ അച്ഛന്മാരോട് പീഡിപ്പിച്ച്. നിനക്കെന്തേ RSS-ന്റെ പേര് പറയാത്ത കാരണം എന്താണ്? നീ CSIയിലെ മതപുരോഹിതന്മാരും സെക്രട്ടറിമാരും അധ്യക്ഷന്മാരൊക്കെ എല്ലാം ഓരോ പോസ്റ്റ് ഇടുന്നത് കണ്ടു. വടക്കേ ഇന്ത്യകൾ സുവിശേഷ വിരോധി പീഡിപ്പിച്ചു. നിനക്കൊക്കെ RSS-ന്റെ പേരിട്ട് കഴിഞ്ഞാൽ നിന്റെയൊക്കെ ED ചെക്കിക്ക് വീട്ടിൽ കിടക്കും. മനസ്സിലായില്ലേ? AG-യിലെയും ഇവിടത്തെ പോപ്പ്, മെത്രാപ്പോലീത്ത അച്ഛന്മാര്, ഇവിടത്തെ പിന്നെ കിങ്കരന്മാര്, ന്യൂ ജനറേഷന്മാരെ എല്ലാം കോടികൾ FCR ഒക്കെ മുടങ്ങും. ഓരോന്നേരൊക്കെ മുടങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാം മാർക്കറ്റ്, യേശു മാർക്കറ്റ്, പിശാജ് മാർക്കറ്റ്, അത്ഭുത മാർക്കറ്റ്, അടയാള മാർക്കറ്റ്, ഇപ്പോൾ ഇതാ പെർസിക്യൂഷൻ, ഇതെല്ലാം മാർക്കറ്റ്, എല്ലാം മാർക്കറ്റ്. ഇതിന്റെ ഇടയിലെ പാവപ്പെട്ട ഒരു കൂട്ടം പേര്, നിഷ്പക്ഷം ഒരു കൂട്ടം പേർ, വിശ്വസ്തമായി നിൽക്കുന്ന ഒരു കൂട്ടം പേർ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരങ്ങനെ തന്നെ അവര് വചനപ്രകാരം ചിലർ, വേറെ ചിലർ, മറ്റു ചിലർ
എബ്രായർക്കേത് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, ലോകം അവർക്ക് അനുകൂലമായിരുന്നില്ല. ഇതിനിടയിൽ കൂടെ കടന്ന് പെർസിക്യൂഷന്റെ ഞങ്ങളെല്ലാം അത് ചെയ്യുന്നു, ഞങ്ങൾ ഐക്യവേദി, ഞങ്ങൾ സംഗമം, ഞങ്ങളത് പ്രതിഷേധപ്പെടുന്നു. അടുത്തതായിട്ട് സെക്രട്ടറി എഴുന്നേറ്റ് 2 വാക്ക് സംസാരിക്കും. പ്രിയരെ, ഞങ്ങളുടെ കൈകൾ ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ വേണമെങ്കിൽ വിചാരിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയുള്ളവരല്ലായിരുന്നു, ഞങ്ങൾ അതായിരുന്നു ഇതായിരുന്നു. അടുത്തായിട്ട് ഐക്യവേദി, ഇന്ത്യൻ ഐക്യവേദിയുടെ സംസ്ഥാന ട്രഷറർ എഴുന്നേറ്റ് 2 വാക്ക് സംസാരിക്കും. നിങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്കും അടിക്കാൻ അറിയാം, പ്രതികരിക്കാൻ അറിയാം, മാർഗം ഇതാണ്. അയ്യോ, മാർഗം ഇതല്ലെങ്കിൽ നീ അങ്ങ് പ്രതികരിച്ചങ്ങ് വിട്ടേനെ. എടാ, നിന്റെ ജീവിതത്തിൽ എല്ലാ വിഷയത്തിലും നീ സദാചാരം നിലനിർത്തുന്നുണ്ടോ? അടി വരുമ്പോൾ മാത്രം സംയമനം മാർഗം. കസേര കളിക്കും, പെണ്ണു പിടിക്കാൻ പോണേനും റിസോർട്ടിൽ പോണേനും ഇവിടെ നടന്നിട്ട് തരിട കാണിക്കാനും ഊളത്തരിടയ്ക്കും എല്ലാം നിനക്ക് മാർഗം കുഴപ്പമില്ല. ഒരുത്ത അടിക്കാൻ വരുമ്പോൾ തിരിച്ചടിക്കുമ്പോൾ മാർഗം ഞങ്ങളുടെ അതല്ല. അങ്ങനത്തെ ഒലി സഹോദരങ്ങളെ, ഇന്ന് യവന്മാരൊക്കെ എല്ലാം ഇന്നത്തെ എല്ലാം RC ആയിരുന്നാലും CS ആയിരുന്നാലും പെന്തക്കോസ് ആയിരുന്നാലും യവന്മാരെ എല്ലാം ദൈവം ED-യെ പേടിച്ച്, അമിത്ഷയെ പേടിച്ച്, യോഗിയെ പേടിച്ച്, നരേന്ദ്രമോദിയെ പേടിച്ച്, BJP പേടിച്ച്, RSനെ പേടിച്ച് നടക്കുന്ന ഊള സംഘികളെക്കാൾ, ചാണകത്തിനേക്കാളും കോമാളിയെക്കാളും നികൃഷ്ടമായ ഈ ആത്മീയ കോമരങ്ങൾ. ഇതിന്റെ ഈ ശബ്ദം കേൾക്കുന്ന ക്രിസ്തീയ വിശ്വാസികളെ, ദൈവത്തിന് വേണ്ടി അകത്തും പുറത്തും വീര്യത്തോടെ സാക്ഷ്യം വഹിക്കുന്ന ഒരു കൂട്ടം പേരെ, നമ്മൾ ഉണരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പണ്ട് ശശികല പറയാറുണ്ട്, ഞങ്ങൾ ഉറങ്ങി കിടക്കുകയാണെന്ന്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഉറങ്ങിക്കിടക്കുന്ന ക്രിസ്ത്യാനികൾ ഉണരേണ്ട സമയം വന്നിരിക്കുന്നു. യവന്മാരെ നേതാക്കന്മാരെല്ലാം പൈസ ഉണ്ടാക്കിയ മക്കൾ, മക്കത്തായം, മരുമക്കത്തായം, യവനൊക്കെ എല്ലാം തൂച്ച് പൊളിച്ച് 4 ജന്മങ്ങൾ ഉണ്ടാക്കേണ്ട ഈ ന്യൂ ജനറേഷൻ ബിസിനസ് മാഫിയകൾ, യവന്മാരൊക്കെ എല്ലാം അടിച്ച് പൊളിച്ച് കോട്ട് ഇട്ട് കാറ് വിട്ട് യവന്റെ പുറകെ വാലാട്ടി കിടക്കാൻ കുറച്ച് പാവപ്പെട്ട ഊത്ത് ഹിപ്നോട്ടിസ വലയത്തിനകത്ത് കിടക്കുന്ന വിശ്വാസികൾ. അതങ്ങ് പോട്ടെ, ആ വിഷയം വിടാം. പക്ഷേ അടി കിടക്കുന്നു, പിടി കിടക്കുന്നു, അവിടെ കിടക്കുന്നു, ഒരു വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഉൾപ്പെടെ പലപ്പോഴും പലയിടങ്ങളിലല്ല. എനിക്ക് ഇങ്ങനെയൊക്കെ സംഖ്യ എന്ന് ഞാൻ പറയും. എന്നെ തൊട്ടാൽ സംഖ്യ തൊട്ടാലും യാവൻ തൊട്ടാലും എന്നെ കൊണ്ട് പറ്റണം ഞാനും ചെയ്യും. മനസ്സിലായില്ലേ? ഞാൻ അവിടെ ആത്മീയം പുല്ലും ഒന്നും നോക്കൊന്നുമില്ല. നേരത്തെ കയറുന്നൊരുത്തം വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റണം ഞാനും ചെയ്യൂടെ. യാവനാ ചെയ്യുന്നേ. ആ പള്ളിക്കകത്ത് കയറിയാ അവിടെ കിടന്നിട്ട് ചെയ്യും. നമ്മൾ ഒരു ക്ഷേത്രത്തിലോ പുല്ലിലോ ഒരുത്തന്റെ കോവിലോ ഒന്നും പോകുന്നില്ല. ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ പറ്റണം അങ്ങ് ചെയ്തിരിക്കും. അതിൽ ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, യവന്മാരെല്ലാം ഈ തരത്തിലുള്ള തരിടകളും അക്രമം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ക്രിസ്തീയ വിശ്വാസികളെ, നിങ്ങൾ പ്രതികരിക്കേണ്ട സമയമെന്നല്ല, പ്രതിരോധിക്കേണ്ട സമയം. പ്രതിരോധിക്കേണ്ടടുത്ത് പ്രതിരോധിക്കാതിരുന്നാൽ ദൈവഹിതത്തിനെതിരാണ്. ദൈവഹിതം ചെയ്യുക എന്ന് പറയുന്നത്, താഴ്മ എന്ന് പറയുന്നത്, അയ്യോ സ്തോത്രം പ്രൈസലോ, ഇതല്ല താഴ്മ. ദൈവഹിതത്തിന് വിധേയപ്പെടുന്നതാണ് താഴ്മ. ഈ താഴ്മ എന്ന് പറഞ്ഞാൽ മിമിക്രി മോണാക്റ്റും അല്ലടേ, ദൈവഹിതത്തിൽ വിധേയപ്പെടുക. മനസ്സിലായല്ലേ? അടിക്കാനും പിടിക്കാനും വരുത്തുമ്പോൾ യേശുവും കൂടെ എന്താ പറഞ്ഞു, ഒരു വാളെടുക്കാൻ യേശുവും കൂടെ പറഞ്ഞിരുന്നു. അല്ല, ഒരു വഴിക്ക് പോണേ ഇരിക്കട്ടെ, ഒരുത്തം വന്നു കഴിഞ്ഞാൽ ഒരു തട്ടിയാത്ത തടുക്കണ്ടേ? മനസ്സിലായല്ലേ? അതുകൊണ്ട് പ്രതിരോധിക്കാൻ വിശ്വാസികൾ, ചങ്കുറ്റുള്ളവന്മാർ തയ്യാറാണ്. ഇങ്ങോട്ട് പള്ളിക്കാരി വന്നു കഴിഞ്ഞാൽ നിനക്കും കയ്യും പുല്ലൊന്നും ഇല്ലേ, കാലങ്ങൊന്നും ഇല്ലേ? അമ്മയ്ക്ക് മാത്രം എക്സ്ട്രാ ഫിറ്റ്. ഭൂരിപക്ഷത്തിന്റെ ബലയുടെ നീ ആലോചിച്ച് നോക്ക്. മോശ ഒരു വടി ഉയർത്തിയപ്പോൾ പിളർന്ന ചെങ്കടല്, ശിംശോന്റെ ഒരു താടിയല്ല എത്ര എണ്ണം. അത് കഴിഞ്ഞിട്ട് ദാവീദിന്റെ ഒരു കല്ലില് ഒരു ചരിത്രം മാറി മറിഞ്ഞില്ലേടേ. ഈ ബൈബിളിൽ നോക്കടെ ഭൂരിപക്ഷം കൊണ്ടാണ് ഇവിടെ അത്ഭുതം നടന്നത്. ഇസ്രായേൽ എന്ന ചെറിയ ഒരു കുഞ്ഞു രാഷ്ട്രത്തെ ഇന്ന് വരെ ജനം ഒന്നുമില്ലെങ്കിലും പേടിച്ചുകൊണ്ടിരിക്കുന്ന കാരണം എന്താ? ഞങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എന്ന് ആകൊണ്ട് പ്രഖ്യാപിച്ച് കിടക്കുന്നതല്ല. കോൺഷ്യസ്, ആ എരിവ്, ആ ഒരു ത്രില്ല്, ആ ഒരു ആത്മാവ് പ്രായോഗിക മണ്ഡലത്തിൽ അവന്റെ അസ്ഥികളിലും നാടികളിലും ഞരമ്പുകളിലും ഓരോ പ്രസരണ അറ്റങ്ങളിലും അത് വ്യാപരിച്ച് കിടക്കുമ്പോൾ യാവമെന്ന് എന്തൊരു പുല്ല് ചെയ്യാനിരിക്കുന്നു. ഒരു ജീവിതം മേലാകാശം കീഴ ഭൂമി, യാവനായിരുന്നാലും മണ്ണ്, പുഴു, 4 എലുമ്പ്, അസ്ഥിക്കൂടം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഇങ്ങനെയൊക്കെയുള്ള ഊള പ്രതികരണങ്ങൾ ഞങ്ങൾ ഛത്തീസ്ഗഡിൽ പ്രതിരോധപ്പെടുന്നു. മൗനയാത്ര, ദീപം, രക്തസാക്ഷി മണ്ഡപത്തിൽ ഇത് ഞങ്ങൾ പ്രതിരോധിക്കുന്നു. സുവിശേഷ വിരോധികൾ, ഇങ്ങനെയൊക്കെ ഒളിഞ്ഞു മാതിന് സമയം കഴിഞ്ഞു. മനസ്സിലായല്ലേ? അതുകൊണ്ട് ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ള കാര്യമൊന്നുമില്ല. കേരളത്തിൽ ഇങ്ങോട്ടൊക്കെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് കയ്യും കാലും ആരോഗ്യമുള്ളവന്മാരൊക്കെ വരുന്നവർ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ
പ്രതിരോധിക്കുക. കാടിക്കാർ ക്ഷേത്രത്തിൽ അടിക്കാൻ പോകണമെന്നോ സ്വാമിയെ വെട്ടാൻ പോകണമെന്നോ അവന്മാരെ കയറി എതിരെ പ്രസംഗിക്കണമെന്നോ ഒന്നുമല്ല. ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കണം. അത് ദൈവഹിതമാണ്, മാനവികതയാണ്, അത് ആണത്വമാണ്. യമാരെ ഉമ്മാക്കി വാക്കുകളും ഭയപ്പെടുത്തലും കണ്ട് പേടിച്ച് അടഞ്ഞ് ഒതുങ്ങിയിരിക്കേണ്ട സമയം കഴിഞ്ഞുപോയി. ഇഡി ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ ജീവിക്കലുണ്ട ഇഡി ആയിരുന്നാലും എന്തിനായിരുന്നാലും എല്ലാം മണ്ണ് കൊണ്ട് തീരുന്ന വിഷയങ്ങളേ ഉള്ളൂ. മനസ്സിലായില്ലേ? എന്തിന് പൈസ? നീയൊക്കെ പൈസയ്ക്ക് വേണ്ടിയാ ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചതടാ. ആ പൈസയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇഡിയെ പേടിക്കുന്നു. അതിനുവേണ്ടി വടക്കേന്ത്യയിലെ ഭാഷന്മാർ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നീ അത് കോംപ്രമൈസ് ചെയ്യുന്നു, മൗനമായിരിക്കുന്നു. ഏജിയിലേക്ക് വലിയ കൺവെൻഷനും മീറ്റിങ്ങുകളും നടക്കുന്ന ഓരോ നേതാക്കന്മാരും പ്രൊട്ടസ്റ്റ് ലീഡർമാരന്മാരും ഒരു വാക്ക് നിന്റെ വായിലേക്ക് വന്നാടാനൊക്കെ എന്തിന്റെ പേടിയടാ? ഇതൊക്കെ നീ ക്രിസ്തീയ ജീവിതമാടാ. തികഞ്ഞ സ്നേഹം ഭയമില്ലാതാക്കും. നിനക്ക് എന്തിനു പുല്ല് തുനാകരിക്കുന്ന യേശുവിനെ കുറിച്ച്? യേശു വന്നിട്ട് നിന്റെയൊക്കെ അകത്ത് നോക്കി പരിശോധിച്ചാലേ നീയൊക്കെ എത്തിക്സ് ആയിട്ട് നിനക്ക് ഒന്നും വിശ്വാസം കാണൂല, ഒരു പുല്ല് വിശ്വാസം കാണില്ല. നീയൊക്കെയാണ് പരലോക സ്വർഗത്തിൽ പോയിരിക്കുന്ന 1,44,000 മണവാട്ടി സഹോദരങ്ങളെ. നമുക്കറിയാല്ലേ, നമ്മളെ മൈൻഡുകളുള്ള പയ്യന്മാരൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട്. ഞാൻ കേൾക്കണ പയ്യന്മാർ ഉണ്ട്, കുറെ ഭാഷമാരുണ്ട്, അച്ഛന്മാരുണ്ട്, ഉള്ളവരുണ്ട്. നിങ്ങളുടെ കൺമുമ്പിൽ യാവനെങ്കിലും അമ്മയും പെങ്ങളുമാർ നമ്മളൊക്കെ മാനിയായിട്ട് കരോളിനോ അവിടെ എവിടെയോ മീറ്റിങ്ങിലോ യാവനെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒളിച്ചോടി യേശുവേ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. പ്രതിരോധിക്കണം. ആക്രമിക്കാൻ വന്ന പ്രതിരോധിക്കണം. മനസ്സിലായില്ലേ? അത് പ്രതിരോധിക്കണം. അത് തന്നെ. വേറെ ഇനിയിപ്പോൾ ഇങ്ങനെ അനുശോചനങ്ങൾ രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ പ്രതിഷേധം ഇങ്ങനെ രേഖപ്പെടുത്തുകയോ ഇത് ഞാൻ വെല്ലുവിളി എന്ന് പറഞ്ഞാലും തീവ്രവാദം എന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ ഇതിനെ പിന്നെ ഏതരത്തിൽ എനിക്ക് ചുക്കുമില്ല. എവിടെ വരെ പോകാൻ എന്താ പറയുക, എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു തന്നെ ചർച്ചിനകത്ത് അവിടെ എവിടെ പള്ളിക്കാ യാത്രത്തിലോ പുല്ലിലോ ഒന്നിലിൻ്റെ അടുത്ത് പോയിട്ട് പ്രതികരിക്കാനോ പുല്ലുണ്ടെങ്കിൽ പോകില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രതികരിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ തരത്തിൽ തന്നെ കാണുക. ഈ മതാധ്യക്ഷന്മാരെ ലീഡർമാരെ ഇവരെയൊക്കെ ഏകദേശം പിടികിട്ടിയല്ല. ഇവൻ്റെയൊക്കെ പറയുക ഇനിയും പോവല്ലേ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ.